ജൻസികളുമായി സംവദിക്കാൻ RSS. ഈ മാസം 6-ന് മുംബൈയിൽ വെച്ചാണ് RSS മേധാവി മോഹൻ ഭാഗവതിന്റെ നേതൃത്വത്തിൽ ജൻ ആൽഫയുമായി സംവദിക്കുന്നത്. 15 മുതൽ 19 വയസ്സ് വരെയുള്ള 2000-ഓളം വിദ്യാർത്ഥികൾ പരിപാടിയുടെ ഭാഗമാകും. YS അഭിനന്ദുണ്ട്. വിശദാംശങ്ങളുമായി അഭിനന്ദ്, എന്താണ് ഇതുവഴി ലക്ഷ്യം വെക്കുന്നത്? കീർത്തന, RSS മേധാവി മോഹൻ ഭാഗവതാണ് മുംബൈയിൽ ജൻസികളുമായി ജൻ ആൽഫയുമായിട്ടും ഒരു കൂടിക്കാഴ്ച, ഒരു സംവാദത്തിലേക്ക് പോകുന്നത്. 15-നും 19-നും ഇടയിൽ പ്രായമുള്ളവർ, രാജ്യത്തുടനീളമുള്ള സ്കൂളുകളെയും കോളേജുകളെയും പ്രതിനിധീകരിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവരുമായിട്ടൊക്കെയാണ് RSS മേധാവി മോഹൻ ഭാഗവത് കൂടിക്കാഴ്ച നടത്തുന്നത്. പുതിയ ലോകത്ത് വേണ്ടുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, സാങ്കേതികമായി ഏതൊക്കെ തരത്തിലുള്ള മെച്ചപ്പെടുത്തൽ അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം, വികസിത ഭാരതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വിദ്യാർത്ഥികൾ എത്രത്തോളം അതിൽ പങ്കുവഹിക്കണം എന്നുള്ള കാര്യം കുട്ടികളോട് തന്നെ നേരിട്ട് ചോദിച്ചറിയുക എന്നതാണ് ലക്ഷ്യമെന്നാണ് നിലവിൽ RSS വ്യക്തമാക്കിയിരിക്കുന്നത്. 100-ലധികം നഗരങ്ങളിൽ നിന്നുള്ള 2000-ലധികം ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് ഇതിന്റെ ഭാഗമാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 6-ാം തീയതി 7-ാം തീയതി 2 ദിവസങ്ങളിലായിട്ടായിരിക്കും മുംബൈയിൽ വെച്ച് ഇത് നടക്കുക. ഒരുപാട് RSSന്റെ ഭാരവാഹികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് പങ്കെടുക്കുകയും ചെയ്യും. പക്ഷെ ഇതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട് കീർത്തന. RSSന്റെ ജോയിന്റ് ജനറൽ സെക്രട്ടറി ഇന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. ജന്തർ മന്ദറിലെ ജൻസി പ്രക്ഷോഭം അത് ദേശവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, ആളുകളെ നാടകം കളിക്കുകയായിരുന്നു എന്നൊക്കെ രീതിയിലുള്ള പരാമർശം ജോയിന്റ് ജനറൽ സെക്രട്ടറി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു അധിക്ഷേപ പരാമർശം അത് ദേശീയ മാധ്യമങ്ങൾ നടക്കിയത് വലിയ ചർച്ചയായിരുന്നു. അതിനിടയിലാണ് ജോയിന്റ് ജനറൽ സെക്രട്ടറി ഇങ്ങനൊരു നിലപാടെടുക്കുമ്പോൾ ജനറൽ സെക്രട്ടറി ഇപ്പോൾ അത് മേധാവി തന്നെ ഒരു കൂടിക്കാഴ്ച ജൻസി ജൻ ആൽഫയുമായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പലയിടങ്ങളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ജൻസിയുടെയും ജൻ ആൽഫയുടെയും സമരങ്ങൾ അത് വലിയ രീതിയിലേക്ക് എത്തുന്നു. അത് വിജയത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും RSS അത് പഠിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വികസിത ഭാരതത്തിലേക്ക് എത്രത്തോളം ഉപയോഗിക്കാം എന്നതിന്റെ ഒരു ചുവടുവയ്പ് ആണെന്നാണ് ഇവർ പറയുന്നത്. എന്താകുമെന്ന് നോക്കാം കീർത്തന. ശരി, YS അഭിനന്ദാണ് വിവരങ്ങൾ.